ഇപ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ മക്കളെ കൈവിട്ടു പോവാതെ സ്വന്തം അണ്ടറിൽ സംരക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും അവരെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് വേണ്ടി നല്ലൊരു ജീവിതമാർഗം കണ്ടെത്തി കയ്യിൽ കൊടുക്കുവാനും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്കൊന്നേ ചെയ്യാനുള്ളൂ. അത് അവരെ കയ്യിൽ ഈ വലിയ ഫോണുണ്ടല്ലോ, ഈ ലോകത്തിലെ സകല പഴുതുകളിലൂടെയും ചെന്ന് മാതാപിതാക്കളെ വഞ്ചിച്ച് സ്കൂളിലുള്ളവരെ വഞ്ചിച്ച് തോന്നിയ വഴിക്കൊക്കെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഫോണ്, അതല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിലൂടെ അവർക്ക് വേണ്ട ചതിക്കുഴികൾ കുഴിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ ഫോണിൻ്റെ അകത്തൂടെ വന്ന് ഇവരെ കുഴിയിൽ കൊണ്ട് തള്ളിടാൻ സൗകര്യപ്പെടുന്ന ഈ ഫോണുണ്ടല്ലോ, അതണ്ട് ഒഴിവാക്കണം. അത് കറക്റ്റായിട്ട് ഒഴിവാക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഫോണ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുന്നത് വരെ അവരുടെ കയ്യിൽ പാടുള്ളൂ. മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേ രീതി തന്നെ വിദ്യാലയങ്ങളിലും ചെയ്യാം. വിദ്യാലയത്തിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ അതോടെ ഇത്തരം പ്രതിസന്ധികളെല്ലാം തന്നെ തീരും. സത്യം പറഞ്ഞാൽ ഇന്ന് ഏത് കുട്ടികൾ ആരെ പിറകെ എങ്ങനെയെല്ലാം പാഞ്ഞു പോയിട്ടുണ്ടോ, ഡ്രഗ്സിന് അടിമയായിട്ടുണ്ടോ, ഒളിച്ചോടിയിട്ടുണ്ടോ, പെൺകുട്ടികൾ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ, ഇതെല്ലാം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഈ ഫോണാണ്. അത്തരം കുഴികളിലും അത്തരം ചിന്തകളിലും അത്തരം സൗകര്യങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് ഈ ഫോണിലൂടെയാണ്. ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടു. ഇന്ന് നടക്കുന്ന സകല മാതാപിതാക്കളുടെ പ്രയാസങ്ങൾക്കും മക്കളിലൂടെ ഉണ്ടാകുന്ന സകല പ്രയാസങ്ങൾക്കും തുടക്കം കുറിക്കുന്നതും അത് തുടങ്ങി വെക്കുന്നതും അവസാനം മാതാപിതാക്കൾ നെട്ടോട്ടമോടുന്നതും അതിൻ്റെ പിറകെ പോലീസും നാട്ടുകാരും മുഴുവൻ ഓടേണ്ടി വരുന്നതും ഈ ഫോണാണ്. ഈ ഫോണ് ഓരോ കുടുംബങ്ങളിലെ മാതാപിതാക്കളും അവരുടെ മക്കൾ സുരക്ഷിതരായി സംരക്ഷിക്കപ്പെടണമെങ്കിൽ, സമാധാനത്തോടെ മക്കളെ കാലകാലം കാണുവാനും അവരെ ഏതെങ്കിലും നല്ല നിലയിൽ എത്തിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോൺ ഉപയോഗിക്കേണ്ട, ഈ വലിയ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കാനേ പാടില്ല. അതവരതിന് പക്വതയായി എവിടെയെങ്കിലുമൊക്കെ എത്തി അതിന് ശേഷം കൊടുക്കാനേ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ പോരെ, അവിടുത്തെ വിദ്യാഭ്യാസം അവിടെ ആ കമ്പ്യൂട്ടറിൽ കഴിഞ്ഞോട്ടെ. ഈ ഓൺലൈൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കളിച്ചാണ് ഇന്ന് സത്യം പറഞ്ഞാൽ മയക്കുമരുന്നകത്ത് വരുന്നത്. അതേപോലെ ഒളിച്ചോടാനുള്ള സൗകര്യം ഉണ്ടാകുന്നത്, ഏതെങ്കിലും ഒരു ചെറുക്കനിലൂടെ ഇറങ്ങിപ്പോകുന്നത്, ജീവിതത്തിൽ പഠനം മുഴുവൻ ഇല്ലാതാവുന്നത്, ഒരുപാട് രഹസ്യം സൂക്ഷിക്കുന്നവരായി മക്കൾ മാറുന്നത്, മാതാപിതാക്കളിൽ നിന്ന് ഒളിച്ച് ടീച്ചർമാരിൽ നിന്ന് ഒളിച്ച് കടത്തുന്നത്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഫോൺ ഉപയോഗം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഫോൺ നിർത്തുക എന്നുള്ളത് നിർബന്ധം.